കിലോ കണക്കിന് വിറ്റ് തീർത്ത മീനച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് അറിയാം, ഈ പേജ് കാണുന്നവർക്ക്. പണ്ട് ഞാൻ മീനച്ചാറും അതുപോലെ തന്നെ ബീഫ് അച്ചാറും ചെമ്മീനച്ചാറും ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്, അതും മീനിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുള്ള മീനാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാറ് മാത്രം മതി, നമുക്കത് കൂട്ടിയിട്ട് തന്നെ ഇഷ്ടം പോലെ ചോറുണ്ണാൻ പറ്റും. അപ്പം നമ്മളിതാ ഇതുപോലെ കഷ്ണിച്ച മീനിലോട്ട് മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടിയും, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കിലോന് ഒക്കെ മീനുണ്ടാവും. അത് മുള്ളില്ലാതെ നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങാൻ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അച്ചാറിന് പറ്റിയ മീൻ ഏതാണെന്ന് ചോദിച്ചാൽ അവരെന്നെ പറഞ്ഞു തരും. മെയിനായിട്ട് ചൂര, അതുപോലെ കേദര, പലയിടത്തും പല പേരായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുകയാണ് നല്ലത്. ഇത് കേദരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നല്ല മൊരിച്ച് കോരുക. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ നല്ലോണം മൊരിച്ചിട്ട് കോരണം. സൺഫ്ലവർ ഓയിലാവുമ്പോൾ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. വെറും നല്ലെണ്ണയിൽ മാത്രം പൊരിച്ചു കോരാൻ അത്രയും സാമ്പത്തികമായിട്ട് കഴിവുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതാവുമ്പോൾ പിന്നെ ഒരുപാട് കാലം കേടരാണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിവിടെ സൺഫ്ലവർ ഓയിലിൽ നല്ലോണം മൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ വലിയൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 100 മുതൽ 150 ml വരെ നല്ലെണ്ണ ആവശ്യമുണ്ട് കേട്ടോ 2 കിലോയിലേക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ കടുക് ആദ്യം പൊട്ടിച്ചു, ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ച ശേഷം ഇഞ്ചി വളരെ ചെറുതായി ഇതേ കണക്കിന് നുറുക്കിയിട്ടുള്ള ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ചേർക്കണം എങ്ങനെയാ വെച്ചാൽ 1 കിലോ മീനിക്ക് 100 ഗ്രാം ഇഞ്ചി എന്നുള്ള അളവിലാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 200 ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുത്തു, 200 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി വാങ്ങിയിട്ട് പിന്നെ തൊലിക്കുമ്പോൾ എന്തായാലും 200 ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വെളുത്തുള്ളിയും അതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തിട്ടാട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളകും നമുക്ക് ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തത്. വലിയ എരിവൊന്നും ഇല്ലെങ്കിൽ ഒരു 50 ഗ്രാം വരെയൊക്കെ നമുക്ക് എടുക്കാം. നല്ല എരിവുണ്ടെങ്കിൽ ഒരു 5 എണ്ണം വരെയൊക്കെ എടുത്തിട്ട് നമുക്കിതുപോലെ ചോപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിതായി നമ്മളിപ്പോൾ കാണിച്ചുള്ള ചോപ്പറിലാണ് കേട്ടോ ഞാൻ ഇതുപോലെ നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ലിബ്രയിൽ നിന്ന് വാങ്ങിച്ച്, ലിബ്ര നമുക്ക് അയച്ചു തന്നിട്ടുള്ള അവരുടെ ഒരു അടിപൊളി ഹാൻഡ് മിക്സർ അടങ്ങുന്ന ഒരു സെറ്റിലുള്ള ചോപ്പറിലാണ് കേട്ടോ നമ്മളിത് ചോപ്പ് ചെയ്തെടുത്തുള്ളത്. നല്ല സൂപ്പർ സാധനമാണ്. അച്ചാറിന് പറ്റിയൊരു അടിപൊളി ചോപ്പറാണെന്ന് എനിക്ക് തോന്നിയിട്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയണത്. അപ്പം നമ്മുടെ മസാലയൊക്കെ വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല പൊടികൾ എടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 5 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക്, നനവൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്കാണ്. പിന്നെ അതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ്, അതൊരു 2 നുള്ളാണ് കേട്ടോ വേണ്ടത്. അതായത് 1 കിലോനാണെങ്കിൽ 1 നുള്ള്, ഇത് 2 കിലോനാണെങ്കിൽ 2 നുള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3/4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി 1 കിലോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇതിലും കൂടുതൽ കായപ്പൊടി ചേർക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അത് ചേർക്കാം. എൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയണേ. പിന്നെ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ എന്നുള്ള അളവിൽ, 1 കിലോനിക്ക് 1 ടേബിൾ സ്പൂൺ എന്നുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ചാറിൽ എന്താ പഞ്ചസാരയോന്ന്. പക്ഷേ നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ സ്പെഷ്യൽ ആക്കുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു പഞ്ചസാര എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അച്ചാർ ചെറിയ രീതിക്ക് മധുരം ചേർത്ത് കൊടുക്കുന്നത്, ഒരുപാട് ഓവറാവും ചെയ്യരുത്. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായി മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പിൻ്റെ നല്ലോണം കഴുകി വാർത്ത ശേഷം അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇതിൻ്റെ ഒരു മൂപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. വഴണ്ട് വരെയല്ല വേണ്ടത്, നല്ല കറുമുറ, നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ സൗണ്ട് ഇങ്ങനെ കേൾക്കും. ആ രീതിക്ക് മൊരിയണം. നന്നായി മൊരിഞ്ഞ് വന്നാൽ മാത്രമേ ഉള്ളൂ അത് നമ്മൾ അച്ചാർ കേട് വരാണ്ട് നല്ല രീതിക്ക് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് ആ സൗണ്ട് കിറുകിരിന്ന് കേൾക്കും. ആ ഒരു ലെവലിൽ നല്ലോണം മൂപ്പിച്ച് കുറഞ്ഞതാണ് ഇതേപോലെ കേട്ടോ. കാണുമ്പോൾ തന്നെ നന്നായി മൂത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചെറിയൊരു ബ്രൗൺ കളറ് വരാൻ തുടങ്ങും. അപ്പോഴാണ് കേട്ടോ നമ്മൾ അതിലോട്ട് തീ നല്ല കുറച്ച് വെച്ചതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. ചെറിയ ചൂടിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പൊടികൾ വറുത്തെടുക്കാൻ. പൊടികൾ ഇതുപോലെ ചെറുതായിട്ടുള്ള ചൂടിലിട്ട് നന്നായി വറുത്തെടുക്കണം. അത്യാവശ്യം നന്നായി റോസ്റ്റ് ചെയ്തെടുത്ത് അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ അച്ചാർ കേട് വരാണ്ട് അത്രയും ഇരിക്കുള്ളൂ. അപ്പോൾ ആ രീതിക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം മാത്രം അതിലോട്ട് നമുക്ക്
വിനീഗർ ചേർത്ത് കൊടുക്കാം. 1 കിലോനാണെങ്കിൽ അരക്കുപ്പി സുർക്ക എന്നുള്ള അളവിലാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇവിടെ 2 കിലോ ഉണ്ടാവുകൊണ്ട് 1 കുപ്പി മുഴുവനായിട്ടും, അതായത് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ചില സുർക്കയൊക്കെ ഭയങ്കര പുളിയായിരിക്കും. അങ്ങനെയുള്ള നല്ല പുളിയുള്ള സുർക്കയാണെന്നുണ്ടെങ്കിൽ അത്ര ചേർത്ത് കൊടുക്കരുത്. നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള മീൻ അത് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും മീൻ അടച്ച് വെക്കരുത്, ചൂടാറുന്നത് വരെ തുറന്നിട്ട് തന്നെ വെക്കുക. കാരണം അതിൽ ആവി ഇറങ്ങിക്കഴിഞ്ഞാൽ നനവ് വരും. അപ്പോൾ അതൊക്കെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, ഞാൻ ഇട്ട് വെച്ച ആ ഒരു പാത്രത്തിലൊന്നും ഒട്ടും നനവില്ലാത്ത രീതിയിലാണ് ഞാൻ മീൻ ഇതാ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ചെറിയ രീതിക്കൊന്ന് തിളച്ചാൽ മതി. ഇനിയിപ്പോൾ തിളച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടൊക്കെ പോയ ശേഷം ഇതേപോലെ ഉണ്ടാവും. എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.